ഹലോ, സ്റ്റാർട്ട് വാച്ചിങ് ലേൺ സംതിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക, കാരണം ഏത് വീഡിയോ വാച്ച് ചെയ്താലും നിങ്ങൾക്ക് എന്തെങ്കിലും ലേൺ ചെയ്യാൻ പറ്റും. ആൻഡ് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടെ ഇനാബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമുക്ക് അതായത് ഞാൻ സെൻട്രൽ നെർവസ് സിസ്റ്റം ആയിരുന്നു ബയോസൈക്കോളജിയിൽ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ഭാഗം നോക്കാം. അപ്പോൾ അതിലാദ്യം തന്നെ വരുന്നത് ബ്രെയിൻ ആണ്. സോ നമുക്കൊന്ന് ടെക്സ്റ്റ് ബുക്ക് വെച്ച് നോക്കാം. The brain is located at the top of the central nervous system. It is protected by the skull and is interconnected with the body through the brainstem region to the spinal cord. The peripheral nervous system extends from the brain to the regions throughout the body and back again, sends and receives neural signals that provide information related to pain, pressure, touch, movement, balance, and the senses of vision, audition, smell, and taste. The cortex or neocortex is the seat of human cognition and sensory processing. We will explore the functional roles of the brain parts in the next session, but first let us see the planes of the brain. Okay, എന്താ പറഞ്ഞത്, നമുക്ക് പണ്ട് മുതൽക്കേ അറിയുന്നൊരു ബോഡി പാർട്സാണ് ബ്രെയിൻ. അതായത് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മളൊരു സെൻട്രൽ ഓഫീസാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ ബ്രെയിനിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ബ്രെയിൻ വെൽ പ്രൊട്ടക്റ്റഡ് ആണ്. സ്കള്ളെന്ന് പറയുന്ന ഒരു ബോഡി പാർട്സിൻ്റെ ഉള്ളിൽ പ്രൊട്ടക്റ്റഡ് ആണ്. എന്നിട്ടും 3 ലേയേഴ്സ് ഉണ്ട്. മെനിഞ്ചസ് എന്ന് പറയുന്ന ലേയേഴ്സ് ഉണ്ട്. അതായത് അരക്നോയിഡ്, ഫസ്റ്റിൽ വരുന്നത് ഡ്യൂറാ മാറ്റർ, അരക്നോയിഡ് മാറ്റർ ആൻഡ് പയാ മാറ്റർ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെൽ പ്രൊട്ടക്റ്റഡ് ആണ്. പിന്നെ ബ്രെയിന് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രെയിനിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ബ്രെയിന് കഴിഞ്ഞിട്ട് അവിടെ ഒരു ബ്രെയിൻ സ്റ്റം വരുന്നുണ്ട്. ഇത് സ്പൈനൽ കോർഡുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് പെരിഫറൽ നെർവസ് സിസ്റ്റം നമ്മൾ പറഞ്ഞു. അടുത്ത ചാപ്റ്ററിൽ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. സോ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്താ ചെയ്യുന്നത്, ബ്രെയിനിൽ നിന്ന് നമ്മുടെ എല്ലാ ബോഡി പാർട്സിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യുക ചെയ്യുന്നത്. അതായത് ബ്രെയിനിൽ നിന്നുള്ള എല്ലാ മെസ്സേജ് ബോഡി പാർട്സിലേക്ക് കൊടുക്കുകയും ബോഡി പാർട്സിൽ നിന്ന് ബ്രെയിനിലോട്ടുള്ള മെസ്സേജ് സ്വീകരിക്കുകയും ഒരു നെറ്റ്വർക്കാണ് അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ന്യൂറൽ സിഗ്നൽസിലൂടെ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ടച്ച് ചെയ്യുന്നുണ്ട്, ടേസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇമോഷൻസും എല്ലാ കാര്യങ്ങളും ഈ ഒരു നമ്മുടെ ഫീലിങ്സും എല്ലാതും എങ്ങോട്ടേക്ക് ഈ ന്യൂറോൺസ് വഴി നമ്മുടെ ബ്രെയിനിലേക്ക് പോയിട്ട് ബ്രെയിൻ അതിനാവശ്യമായിട്ടുള്ള മെസ്സേജ് കൊടുക്കുകയാണ്. നോക്ക്, ഇപ്പം തന്നെ നമുക്ക് ഐയുടെ സ്ട്രക്ചർ പഠിച്ചാൽ മനസ്സിലാവും. അതായത് നമ്മളൊരു ഇമേജിനെ കാണുന്നത് ഇൻവേർട്ടഡ് ആയിട്ടാണ്. കാരണം നമ്മുടെ ലങ്സും സെറ്റിങ്സ്, പിന്നെ ലങ്സ് അല്ല കേട്ടോ, ലെൻസും സെറ്റിങ്സും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇൻവേർട്ടഡ് ആയിട്ടാണ് നമ്മളൊരാളെ കാണുന്നത്. ഇത് ഇന്ന ആളാണ്, അല്ലെ ഇന്ന വ്യക്തിയാണ്, അല്ലെ ഇന്ന വസ്തുവാണ് എന്നുള്ള മെസ്സേജ് തരുന്നത് ആരാ? ബ്രെയിനാണ്. എന്നിട്ട് ബ്രെയിനാണ് നമ്മളെ അങ്ങനെ അനലൈസ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് ചെറിയൊരു കാര്യം, അങ്ങനെ ബോഡിയുടെ എല്ലാ കാര്യവും കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനാണ്. ഓക്കെ, അപ്പോൾ ഇനി പ്ലെയിൻസ് ഓഫ് ദ ബ്രെയിൻ ആണ്. ദ ബ്രെയിൻ ഈസ് സ്ലൈസ്ഡ് യൂസിങ് 3 planes and these planes resemble to actual slicing done for instance at the time of postmortem examination or virtual slicing using magnetic resonance images of the brain. അല്ലേ, അതായത് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്ലെയിൻസ് ഓഫ് ദ ബ്രെയിൻ വെച്ചിട്ടാണ് അവർ സ്ലൈസ് ചെയ്യുന്നത്. ഓക്കെ, ദ 3 planes ആർ ഷോൺ ഇൻ ഫിഗർ. നിങ്ങൾ ഫിഗർ 3.5 നോക്കിക്കഴിഞ്ഞാൽ 3 പ്ലെയിനാണ്, സജേറ്റഡ് പ്ലെയിനും ആക്സിയൽ പ്ലെയിനും കൊറോണൽ പ്ലെയിനും. അപ്പോൾ ഈ 3 പ്ലെയിനും എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ആ ഒരു 3D പിക്ചർ പോലെ നമുക്ക് ആ ഇമേജിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു പിക്ചറിന് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. സ്ലൈസിങ് സൈഡ് വൈസ് അക്രോസ് ദ ബ്രെയിൻ സോ ദാറ്റ് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയേഴ്സ് ആർ എക്സ്പോസ്ഡ് ഈസ് നോൺ ആസ് ആക്സിയൽ സ്ലൈസ്. അതായത് ആക്സിയൽ പ്ലെയിൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് ഹെമിസ്ഫിയറും റൈറ്റ് ഹെമിസ്ഫിയറും കിട്ടും. നിങ്ങളൊന്ന് നല്ലോണം അനലൈസ് ചെയ്യുക. ഇനി മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാനിതിലൊരു പിന്നെ പിക്ചർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, എവിടെയാണ് പറഞ്ഞത്? അപ്പോൾ അതാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുന്നത്. പിന്നെ ദ സെക്കൻഡ് വേ ടു സ്ലൈസ് ദ ബ്രെയിൻ ഈസ് സജൈറ്റൽ സ്ലൈഡ്. സജൈറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കലി ഫ്രം ലെഫ്റ്റ് സൈഡ് ടു റൈറ്റ് സൈഡ്, അതാണ് പിന്നെ സജൈറ്റൽ. കൊറോണൽ സ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ബ്രെയിൻ സ്ലൈസ് and the coronal slice is when the brain is sliced vertically from the front of the brain to the back. ഒരു സജൈറ്റൽ പ്ലെയിനും കൊറോണൽ സ്ലൈസും കൂടെ ഒരു എന്താ പറയുക, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഒന്ന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആണ്, ഒന്ന് ഫ്രണ്ടും ബാക്കും ആണ്. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ദ ടേംസ് റിലേറ്റഡ് ടു ബ്രെയിൻ ആർ ഡോർസൽ. അതായത് നമ്മൾ കുറച്ച് വേർഡ്സ് അറിഞ്ഞിരിക്കണം, കുറച്ച് ടേംസ് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഡോർസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിൻ്റെ ടോപ്പ് ഓഫ് ദ ബ്രെയിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളോട് ഒരാൾ പറയാണ് ബ്രെയിനിൻ്റെ വെൻട്രൽ ഭാഗത്താണ് ഇഞ്ചുറി പറ്റിയിട്ടുള്ളത്. അപ്പോൾ അത് ഏത് ഭാഗമായിരിക്കും?
ബ്രെയിനിൻ്റെ ബോട്ടം ഭാഗത്തെയാണ് നമ്മൾ വെൻട്രൽ എന്ന് പറയുന്നത്, ടോപ്പ് ഭാഗത്തെയാണ് നമ്മൾ ഡോർസൽ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. പിന്നെ കാരണം ഞാൻ നിങ്ങളെ കാണുന്നില്ല, ഞാൻ എത്രത്തോളം നിങ്ങൾക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റി മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട്, ഈ പ്ലെയിനൊക്കെ കുറച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും നിൽക്കുന്ന ഏരിയയാണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഒരു പ്ലെയിൻസിൻ്റെ ആയിട്ട് തന്നെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആയിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ വേണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. പക്ഷേ അറിയണം നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന്. ഓക്കെ, സോ പ്ലീസ് കമൻറ്റ് യുവർ ഒപ്പീനിയൻ ആൻഡ് ഡൗട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഡോർസലും വെൻട്രലും പറഞ്ഞു. ഇനിയുള്ളതാണ് ആൻറ്റീരിയർ, ഫ്രണ്ട്, അതായത് ബ്രെയിനിൻ്റെ ഫ്രണ്ട് ഭാഗത്തെയാണ് നമ്മൾ ആൻറ്റീരിയർ എന്ന് പറയുന്നത്, ബാക്കിനെയാണ് നമ്മൾ പോസ്റ്റീരിയർ എന്ന് പറയുന്നത്. മിഡിൽ പാർട്ട് ഓഫ് ദി ബ്രെയിൻ ഈസ് റെഫർഡ് ആസ് ദ മീഡിയൽ സെക്ഷൻ ആൻഡ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഔട്ട്സൈഡ് എഡ്ജസ് ആർ കോൾഡ് ലാറ്ററൽ. അറിയാലോ, അതായത് മീഡിയൽ ഭാഗവും ലാറ്ററൽ ഭാഗവും. ഓക്കെ, these terms are used to denote where a region in the brain is located, and once you are familiar with these terms, you will be able to identify the relative location of the brain areas. For instance, ventromedial prefrontal cortex or temporal lobe is the posterior to frontal lobe. ഇങ്ങനെയൊക്കെയാണ് നമ്മളോട് പറയാം. നിങ്ങൾ എപ്പോഴും ഈ ട്രോളൊക്കെ കാണാറുണ്ട്. മെഡിക്കൽ സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ പിന്നെ യൂസ് ചെയ്യുന്നതാണ് ഈ ഓരോരോ ഏരിയ പറയാൻ. കാരണം ഇങ്ങനെ പറയാം, വെൻട്രോമീഡിയൽ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്. അപ്പോൾ എവിടെയായിരിക്കും വെൻട്രൽ എന്ന് പറഞ്ഞാൽ എവിടെയാ? അതായത് ബ്രെയിനിൻ്റെ ബോട്ടം ഭാഗത്ത്. മീഡിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീഡിയൽ സൈഡ്. ഫ്രണ്ടൽ എന്ന് പറയുന്നത് നമ്മൾ ആ ഫ്രണ്ടൽ ലോബൊക്കെ വരുന്നതാണ്, അപ്പോൾ ആ കോർട്ടെക്സ്. പിന്നെ ടെമ്പോറൽ ലോബ് ഈസ് പോസ്റ്റീരിയർ ടു ദ ഫ്രണ്ടൽ ലോബ്. അത് നോക്ക്, എന്താ പറഞ്ഞേക്കുന്നത്? ഫ്രണ്ടൽ ലോബിൻ്റെ പോസ്റ്റീരിയറിലാണ് ടെമ്പോറൽ ലോബ് വരുന്നത്. അതായത് ഫ്രണ്ടൽ ലോബിൻ്റെ ബാക്കിലാണ് എന്ത് വരുന്നത്? ടെമ്പോറൽ ലോബ് വരുന്നത്. അപ്പം നമ്മൾ ഈ കുറച്ച് അടുത്ത സെഷനിലേക്ക് നമ്മൾ ലോബുകളും ബ്രെയിൻ്റെ പാർട്സുകളൊക്കെ ഡീറ്റെയിൽ ആയി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പോസ്റ്റീരിയർ ആൻറ്റീരിയർ എന്നൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ അതിൻ്റെ മീനിങ് നമ്മൾ അറിഞ്ഞിരിക്കണം. പോസ്റ്റീരിയർ എന്ന് പറയുന്നത് പിന്നെ ബാക്കിലാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് we look at what exactly is inside the brain. The adult brain is a large organ weighing approximately 1.5 kilogram. It is very soft and jelly-like. The brain keeps growing till one reaches an age of 18 years. Hence, it is very important to have a proper nutrition in the body. Brain is a delicate organ and hence is protected firstly by a hard bony structure known as skull. The brain is enclosed in the skull that not only protects it but also retains its shape. Brain is also protected with the help of meninges, the soft tissue layers that help in absorbing any kind of shock. The first layer under the skull is dura mater, which is a thick and tough. The next layer is arachnoid membrane, which is a mesh-like, soft and spongy. Below this layer is cerebrospinal fluid, and the final layer is pia mater, which is soft tissue layer. Meningitis is a potentially fatal disorder caused when these layers are inflamed because of any viral or bacterial infection. Brain is surrounded by cerebrospinal fluid and its floats. There are 4 ventricles in the brain. Okay, ഇതുവരെ പറഞ്ഞത് എന്താ? നമ്മൾ ബ്രെയിനിൽ നിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പം ബ്രെയിനിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതൊരു അപ്രോക്സിമേറ്റ്ലി 1.5 കിലോഗ്രാം ആണ് അതിൻ്റെ വെയിറ്റ്. ഒരു സോഫ്റ്റ് ആൻഡ് ജെല്ലി ലൈക്ക് ഒരു സബ്സ്റ്റൻസ് ആണ്. ബ്രെയിന് കാണാത്തവരുണ്ടോ? പിന്നെ ജസ്റ്റ് നമുക്ക് ബ്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ഐഡിയ വരാറില്ലേ? ഓക്കെ, ദ ബ്രെയിൻ കീപ്സ് ഗ്രോയിങ് ടിൽ വൺ റീച്ചസ് ആൻ ഏജ് ഓഫ് 18 ഇയേഴ്സ്. അതായത് 18 വയസ്സ് വരെ ബ്രെയിൻ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പീരീഡിൽ നല്ല ന്യൂട്രീഷൻ വേണമെന്ന് പറയുന്നത്. അതായത് ബ്രെയിനിൻ്റെ അത്രയും ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അതായത് എല്ലാ വിധത്തിലുള്ള ന്യൂട്രീഷനും കൊടുക്കണം എന്ന് പറയാനുള്ള റീസൺ അതാണ്. ഓക്കെ, പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ട് തന്നെ ഒരു ബോണി സ്ട്രക്ചറലാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്കള്ളിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ മാത്രമല്ല, തലയ്ക്കൊരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ടും ഈ ഒരു സ്കള്ള് യൂസ് ചെയ്യുന്നുണ്ട്. സ്കള്ളിൻ്റെ ഫങ്ഷനാണ്. ദെൻ നമ്മൾ പറഞ്ഞു മെനിഞ്ചസ് എന്ന് പറയുന്ന ലെയർ ഉണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നത് ഡ്യൂറാ മാറ്ററാണ്. തിക്ക് ആൻഡ് ടഫാണ് ഡ്യൂറാ മാറ്റർ. പിന്നെ വരുന്ന ലെയർ അരക്നോയിഡ് മെംബ്രെയിനാണ്. ഒരു മെഷ് ലൈക്ക് സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ലെയറാണ്. പിന്നെ നമ്മൾ പറഞ്ഞു സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൻ്റെ അക്യുമുലേഷൻ ഉണ്ട്, ആ ഒരു ഫ്രിക്ഷൻ തടയാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടായിരുന്ന ഫൈനൽ ലെയർ എന്ന് പറയുന്നത് പയാ മാറ്ററാണ്, സോഫ്റ്റ് ടിഷ്യൂ ലെയറാണ്. പിന്നെ നമ്മളിങ്ങനെ മെനിഞ്ചൈറ്റിസ് എന്ന് കേട്ടിട്ടുണ്ടോ? മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസോർഡറാണ്, ഒരു അസുഖമാണ്.
എസ്പെഷ്യലി കൂടുതലും തലവേദന ഉണ്ടാകുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെയേഴ്സിന് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ വന്നു കഴിഞ്ഞിട്ട് അവിടെ ഇൻഫ്ലെയിംഡ് ആവും. ആ സമയത്ത് നമുക്ക് വരുന്ന ആ ഒരു ഡിസോർഡറുടെ പേരാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. മെനിഞ്ചൈറ്റിസ് ഇപ്പം അധിക പേർക്കും കാണാറുണ്ട്. ഓക്കെ, പിന്നെ ബ്രെയിൻ ഈസ് സറൗണ്ടഡ് ബൈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആൻഡ് ഇറ്റ് ഫ്ലോട്ട്സ്. പിന്നെ പറയുന്നത് ദർ ആർ 4 വെൻട്രിക്കിൾസ് ഇൻ ദ ബ്രെയിൻ. 2 large ventricles are present in the middle of the brain, one in each hemisphere and are known as lateral ventricles. അതായത് നമുക്ക് റൈറ്റ് ഹെമിസ്ഫിയർ, നമ്മൾ ആ പ്ലെയിന് ഡിവൈഡ് ചെയ്തപ്പോൾ പറഞ്ഞില്ലേ, ആക്സിയൽ പ്ലെയിന് ഡിവൈഡ് ചെയ്തപ്പോൾ റൈറ്റ് ഹെമിസ്ഫിയർ ഉണ്ട്, ലെഫ്റ്റ് ഹെമിസ്ഫിയർ ഉണ്ട്. ഈ ഓരോ ഹെമിസ്ഫിയറിലായിട്ട് ഒരു വെൻട്രിക്കിൾ ഉണ്ട്. അപ്പോൾ 2 വെൻട്രിക്കിൾ എവിടെയായി. പിന്നെ 2 വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ, ഓരോന്നിൻ്റെയും താഴെ ബിലോ ദിസ് ഇസ് 3rd ventricle and 4th ventricle is located between cerebellum and the brain stem. അപ്പം സെറിബെല്ലം എന്താണെന്നും ബ്രെയിൻ സ്റ്റെം എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കും. അപ്പം അതിൻ്റെ ഇടയിലായിട്ടാണ് ഈ മറ്റേ 2 വെൻട്രിക്കിൾസും കൂടെ ഉള്ളത്. മൊത്തം 4 വെൻട്രിക്കിൾസ് ആണുള്ളത്. ഓക്കെ, then at the base of the ventricles are filled with the cerebrospinal fluid. ഈ വെൻട്രിക്കിൾസിൻ്റെ അകത്തും എന്തുണ്ട്, cerebrospinal fluid ഉണ്ട്. നിങ്ങൾ ഈ 3.6 ഫിഗർ ഒന്ന് നോക്കിയേ, അതിൽ കാണിക്കുന്നുണ്ട്, വെൻട്രിക്കിൾസ് കാണിക്കുന്നുണ്ടോ? സെറിബെല്ലം കണ്ടോ? സെറിബെല്ലത്തിൻ്റെ അവിടെയും പിന്നെ ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത് ആ മെഡുല സ്പൈനൽ കോഡ്, ആ ഭാഗമില്ലേ, പോൺസും മെഡുലയും വരുന്നത് ആ ഭാഗമാണ് എന്ത്, ദിസ് വൺ ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ലോബുകളൊക്കെയാണ് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഈ പിക്ചറിലോട്ടേക്ക് തിരിച്ചു വരാം. ഓക്കെ, നമ്മൾ പഠിക്കാനുള്ളത് ബ്രെയിനിൻ്റെ പാർട്സ് ആണ്. മെയിൻലി 3 പാർട്സ് ആണ്, അതായത് 3 മേജർ ഡിവിഷൻസ് ആണ്: ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ദ ഹൈൻഡ് ബ്രെയിൻ. The forebrain consists of structures as cerebral cortex, basal ganglia, limbic system, thalamus and hypothalamus. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. പിന്നെ മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത് ടെക്ടം ആൻഡ് ടെഗ്മെൻ്റ് ആണ്. ഹൈൻഡ് ബ്രെയിൻ ഉള്ളത് സെറിബെല്ലം, പോൺസ് ആൻഡ് മെഡുല. നമ്മളിങ്ങനെ ബ്രെയിൻ സ്റ്റെം എന്നൊക്കെ പറഞ്ഞില്ലേ നേരത്തെ. അപ്പോൾ ബ്രെയിൻ സ്റ്റെം ഫോം ചെയ്യുന്നത് പോൺസ്, മെഡുല ഒബ്ലോങ്ങേറ്റ ആൻഡ് സെറിബെല്ലം കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ബ്രെയിൻ സ്റ്റെം ഫോം ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് അബൌട്ട്, നമ്മൾ ഓരോന്നിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. Forebrain has 2 divisions known as telencephalon and diencephalon. The telencephalon includes the cerebral cortex, basal ganglia and the limbic system. It is the largest division of the human brain. The cerebral cortex covers the 2 cerebral hemispheres, while the basal ganglia is placed in the subcortical area in the brain. The diencephalon includes the thalamus and hypothalamus, optic chiasma and pineal body. It is present between the cerebellum and the midbrain. അതായത് ഫോർബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര സ്ട്രക്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനെ അവർ 2 ഗ്രൂപ്പാക്കി, ഒന്ന് ടെലൻസിഫാലോണും ഒന്ന് ഡയൻസിഫാലോണും. ടെലൻസിഫാലോൺ എന്ന് പറയുന്നത് അതിൽ സെറിബ്രൽ കോർട്ടെക്സ്, ബേസൽ ഗാംഗ്ലിയ, ലിംബിക് സിസ്റ്റം. ഡയൻസിഫാലോൺ എന്ന് പറയുന്നത് തലാമസും ഹൈപ്പോതലാമസും ഉള്ള ഗ്രൂപ്പ്, പിന്നെ ഒപ്റ്റിക് ചിയാസ്മ അതൊക്കെ ഉള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയൻസിഫാലോൺ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ടെലൻസിഫാലോൺ ഡീൽ ചെയ്യാം. ഓക്കെ, ടെലൻസിഫാലോൺ സെറിബ്രൽ കോർട്ടെക്സ്, മെയിൻലി സെറിബ്രൽ കോർട്ടെക്സ്. സെറിബ്രൽ കോർട്ടെക്സ് ഏതാണെന്ന് മനസ്സിലായോ? നിങ്ങൾക്ക് ബ്രെയിനിൻ്റെ സ്ട്രക്ചർ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയില്ലേ? നിങ്ങൾ ഫിഗർ 3.6 ഒന്നുകൂടെ നോക്കുക. അപ്പോൾ സെറിബ്രൽ കോർട്ടെക്സിൻ്റെ പിക്ചർ അവിടെ കാണാൻ പറ്റും. പിന്നെ ഫോർ ബ്രെയിൻ എവിടെ, ഹൈൻഡ് ബ്രെയിൻ എവിടെ, മിഡ് ബ്രെയിൻ എവിടെ എന്നുള്ളത് നമ്മുടെ ഫിഗർ 3.7 നോക്കിക്കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും. എന്നിട്ട് ഈ ഫോർ ബ്രെയിനിലുള്ള സെറിബ്രൽ കോർട്ടെക്സ് ആണ് 3.6 കാണിച്ചേക്കുന്നത്. ഓക്കെ, then the cerebral cortex is about 2 to 4 millimeter thick. It's on the top of the cerebrum. അല്ലേ? Then it is outer observable part of the brain. ഓക്കെ, നിങ്ങൾക്ക് ആ റീജിയൻ മനസ്സിലായാൽ ക്ലിയർ ആവും. There are millions of dendrites that synapse here with the other neurons. Dendrites എന്താ? നമ്മൾ കഴിഞ്ഞ യൂണിറ്റ് 2 പഠിച്ചിട്ടുണ്ട്, ഡെൻഡ്രൈറ്റ്സ്, ആക്സോൺസ് ഒക്കെ. ഓക്കെ, ന്യൂറോൺസിൻ്റെ സ്ട്രക്ചറിൽ പഠിച്ചിട്ടുണ്ട്. ആ വീഡിയോ പോയി കാണുക. ഓക്കെ, കാണാത്തവരാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. The presence of small unmyelinated neurons in the cerebral cortex gives it a grey color and thus is known as grey matter. നമ്മൾ സ്പൈനൽ കോഡ് പാർട്ട് 1 സ്പൈനൽ കോഡ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും അല്ലേ? അതേപോലെ ബ്രെയിനിലുണ്ട് എന്ത്, ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും. അൺമൈലിനേറ്റഡ് ആയിട്ടുള്ള, അതായത് മൈലിൻ ഷീത്ത് ഇല്ലാത്ത ന്യൂറോൺസ് ഗ്രേ മാറ്റർ ആയിരിക്കും. മൈലിൻ ഷീത്ത് ഉള്ള ന്യൂറോൺസ് എന്തായിരിക്കും, വൈറ്റ് മാറ്റർ ആയിരിക്കും.
അപ്പോൾ സെറിബ്രൽ കോർട്ടെക്സിൻ്റെ പിന്നെ അൺമാലിനേറ്റഡ് ന്യൂറോൺസിൻ്റെ അവിടെ എന്താണ് ഗ്രേ മാറ്ററാണ്. ദ ലെയർ ബെനീത്ത് ദ കോർട്ടക്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ലാർജ് മാലിനേറ്റഡ് ആക്സോൺസ് വിച്ച് ഗിവ്സ് എ വൈറ്റ് കളർ ആൻഡ് ഹെൻസ് ഈസ് റെഫർഡ് ആസ് ദ വൈറ്റ് മാറ്റർ അല്ലേ. അപ്പം മാലിനേറ്റഡ് ആക്സോൺസ് ഉള്ളിടത്തിൽ എന്താണ് റെഫർഡ് ആസ് വൈറ്റ് മാറ്റർ. ഇത് ഓർത്ത് വെക്കാൻ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് സ്പൈനൽ കോഡിൻ്റെ എവിടെയാണ് പിന്നെ ഈ വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും വരുന്നത്, അതേപോലെ തന്നെ ബ്രെയിനിൻ്റെ എവിടെയാണെന്നുള്ളത് BNW എന്ന് ഓർക്കുക. B ഫോർ ബ്രെയിൻ, B കഴിഞ്ഞ M അല്ലേ, M ഫോർ മെഡുല്ല, W ഫോർ വൈറ്റ് മാറ്റർ. അപ്പോൾ ബ്രെയിനിൻ്റെ മെഡുല്ല ഭാഗം എന്ന് പറയുന്നത് ഉള്ളിൽ, ഓക്കെ, അതായത് കോർട്ടക്സിൻ്റെ മീഡിയം പാർട്ട് എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അവിടെ വൈറ്റ് മാറ്ററാണ്. അപ്പം അതിൻ്റെ കോർട്ടക്സ് ഭാഗം എന്തായിരിക്കും? ഗ്രേ മാറ്റർ ആയിരിക്കും. കത്തിയോ? ഓക്കെ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സ്പൈനൽ കോർഡിൽ. അതായത് ബ്രെയിനിൻ്റെ മെഡുല്ല ആ ഭാഗം വൈറ്റ് മാറ്റർ ആണെങ്കിൽ സ്പൈനൽ കോർഡിൻ്റെ ഉൾഭാഗം ഏതാണ്? ഗ്രേ മാറ്ററാണ്. H ഷേപ്പ് ഏതാണ്? ഗ്രേ മാറ്റർ അല്ലേ? മനസ്സിലായോ? ഓക്കെ. ഞാനിങ്ങനെ ഞങ്ങൾ പഠിക്കുമ്പോൾ ഓർത്ത് വെച്ചൊരു സംഭവം ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ. Then there are small and big bulges called as convolution. അതായത് നമ്മൾ ബ്രെയിനിൻ്റെ ഈ സ്ട്രക്ചർ നോക്കി അവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനെ സിഗ്സാഗായിട്ട് കിടക്കുകയല്ലേ. അപ്പോൾ ആ ഒരു ബൾജസിനെയാണ് നമ്മൾ കൺവല്യൂഷൻ എന്ന് പറയുന്നത്. ദർ ആർ ഗ്രൂവ്സ് ബിറ്റ്വീൻ ദ ബൾജസ്. ഈ ബൾജസിൻ്റെ ഇടയിൽ എന്തുണ്ട്? ഗ്രൂവ്സ് ഉണ്ട്. ദ സ്മോളർ വൺ ആർ നോൺ ആസ് സൾക്കി ആൻഡ് ദ ലാർജർ ഗ്രൂവ്സ് ആസ് ഫിഷസ്. ഇപ്പം ഞാനൊരു പിക്ചർ കാണിച്ചില്ലേ, അപ്പോൾ നമുക്ക് കറക്റ്റ് സൾക്കിയും ഫിഷറും തമ്മിൽ ഉള്ള വ്യത്യാസം മനസ്സിലാവും. ഓക്കെ. സോ ബിഗ് ബൾജസ് ഉണ്ട്, അതിനാണ് കൺവല്യൂഷൻ എന്ന് പറയുന്നത്. ആ കൺവല്യൂഷൻ പിന്നെ അവിടെ ഈ കൺവല്യൂഷൻ്റെ അവിടെ ഗ്രൂവ്സ് ഉണ്ട്. അത് സ്മോൾ ആണെങ്കിൽ സൾക്കി എന്നും ലാർജ് ആണെങ്കിൽ ഫിഷർ എന്നും പറയും. ദർ ആർ മെനി ഫങ്ഷൻസ് ഓഫ് ദ സെറിബ്രൽ കോർട്ടെക്സ്. അതായത് നമ്മൾ മെയിനായിട്ട് പഠിച്ചിരിക്കേണ്ടത് ഇതിൻ്റെ ഫങ്ഷൻസ് ആണ്. ഓക്കെ. മെയിനായിട്ട് സെറിബ്രൽ കോർട്ടെക്സ് 3 ഇതാണുള്ളത്. അതായത് സെൻസറി, മോട്ടോ, പിന്നെ അസോസിയേഷൻ ഏരിയ. 3 ഏരിയാസിലാണ് കൂടുതൽ ഫങ്ഷൻ ചെയ്യുന്നത്. ദ പോസ്റ്റ് സെൻട്രൽ ഗൈറസ് ഫങ്ഷൻസ് ആസ് എ ജനറൽ സൊമാറ്റിക് സെൻസറി ഏരിയ. അതായത് സെറിബ്രൽ കോർട്ടെക്സ് മനസ്സിലായല്ലോ. അപ്പോൾ അതിനിങ്ങനെ പ്രീ സെൻട്രൽ ഗൈറസ്, പോസ്റ്റ് സെൻട്രൽ ഗൈറസ് എന്ന് പറയുന്ന കുറച്ച് പാർട്ടുകളുണ്ട്. അതിൻ്റെ പിക്ചർ നമ്മുടെ ടെക്സ്റ്റിലില്ല. നിങ്ങളിപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്ന പിക്ചർ ഒന്ന് നല്ലോണം അനലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേതാണ് ഭാഗം എന്നുള്ളൊരു ഐഡിയ കിട്ടും. ഓക്കെ. So the post-central gyrus functions as a general somatic sensory area. നോട്ട് ചെയ്യണേ, പോസ്റ്റ് സെൻട്രൽ ഗൈറസ് എന്തായിട്ടാണ്? സെൻസറി ഏരിയ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് റിസീവ്സ് സെൻസേഷൻസ് ഓഫ് ടച്ച്, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. പിന്നെ പ്രീ സെൻട്രൽ ഗൈറസ് വർക്ക് ആസ് സൊമാറ്റിക് മോട്ടോർ ഏരിയ. പോസ്റ്റ് സെൻട്രൽ എന്തായിട്ടാണ്? സെൻസറി ആയിട്ടാണെങ്കിൽ പ്രീ സെൻട്രൽ മോട്ടോർ ഏരിയാസിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. So somatic motor area which is involved in motor responses and maintaining body position. Hence different areas of the cortex have important sensory functions to perform. The primary visual cortex helps in mapping the visual information. Like അതേപോലെ ഈ പോസ്റ്റ് സെൻട്രൽ ഗൈറസിലുള്ളൊരു ഇതാണ് പ്രൈമറി വിഷ്വൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. നമ്മുടെ വിഷ്വൽ ഇൻഫോർമേഷൻ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പ്രൈമറി ഓഡിറ്ററി കോർട്ടെക്സ് നമ്മുടെ ഓഡിറ്ററി ഇൻഫോർമേഷൻസിനെ. So along with the registering simple information, it also helps to compare and evaluate sensory information. അതായത് ഈ വരുന്ന ഇൻഫർമേഷൻസ് അതൊന്ന് കമ്പയർ ചെയ്തിട്ട് അതൊന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അതാണ് അസോസിയേഷൻ ഏരിയ എന്ന് പറയുന്നത്. Thus, it helps in integrating information pieces together into more meaningful perception. The motor functions help in regulating motor movement. Primary somatic area is the precentral gyrus that is present in the frontal lobe. This helps in controlling individual muscles and the muscles of the feet, hands. അതായത് പ്രൈമറി സൊമാറ്റിക് ഏരിയ നിങ്ങൾ പിക്ചറിൽ കാണുന്നില്ലേ? പ്രൈമറി സൊമാറ്റിക് ഏരിയ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ മസിൽസിൻ്റെ മൂവ്മെൻറ്റ്സിനെ ഹെൽപ്പ് ചെയ്യും. ഫീറ്റിൻ്റെ, ഹാൻഡിൻ്റെ, ടോണിൻ്റെ ഒക്കെ. ഓക്കെ. സിൻസ് ദ കോർട്ടെക്സ് റിസീവ് സെൻസറി ഇൻഫർമേഷൻ, ഇറ്റ് ഇൻ്റഗ്രേറ്റ്സ് ഇൻഫർമേഷൻ ആൻഡ് സെൻസ് ഔട്ട് ദ മോട്ടോർ റെസ്പോൺസസ്. അപ്പോൾ സെൻസറി ഇൻഫർമേഷനും മോട്ടോർ ഇൻഫർമേഷനും ഒക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ, നമ്മൾ കൊതുക് കടിക്കുകയാണെങ്കിൽ അത് അവിടെ സെൻസറി ഇൻഫർമേഷനും നമ്മുടെ മോട്ടോർ ഇൻഫർമേഷനും, അതായത് തിരിച്ചടിക്കുക എന്നുള്ളൊരു ഇൻഫർമേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്.
മനസ്സിലായോ? ആ ഒരു ആക്ടിവിറ്റി നടക്കുന്നത്, ആ ഒരു ഗൈഡ് ലൈൻസ് നടക്കുന്നത് എവിടെ നിന്നാണ്? സെറിബ്രൽ കോർട്ടെക്സ് എന്നാണ്. ഓക്കെ, this is responsible for consciousness and various other mental activities as language, ability, emotions and memory. Cortex is also involved in other language functions such as the ability to understand speech and written language. So cortex also help in storing and retrieving information from short-term memory as well as long-term memory. അറിയാലോ, ഷോർട്ട് ടേം മെമ്മറി ലോങ് ടേം മെമ്മറി ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. സൈക്കോളജിയിലൊരു ബ്രാഞ്ച് തന്നെയാണ് ഷോർട്ട് ടേം മെമ്മറി ലോങ് ടേം മെമ്മറി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടെൻസിഫാലൻ സെറിബ്രൽ കോർട്ടെക്സിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയില്ലേ? നിങ്ങൾക്ക് കൂടുതൽ ഐഡിയാസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വേണമെന്ന്. ഇത് ഞാൻ നമ്മുടെ ടെക്സ്റ്റ് മാത്രം റെഫർ ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ ഫിസിയോളജീൻ്റെ എൻ്റെ ടെക്സ്റ്റും കൂടെ ഒന്ന് ജസ്റ്റ് റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെറിബ്രൽ കോർട്ടെക്സ് ടെലൻസിഫാലോൺ എന്ന് പറയുന്നത് സെറിബ്രൽ കോർട്ടെക്സ്, ബേസൽ ഗാംഗ്ലിയ, ലിംബിക് സിസ്റ്റം ഒക്കെ വന്നതാണ്. അപ്പം ബേസൽ ഗാംഗ്ലിയനെ കുറിച്ചും ലിംബിക് സിസ്റ്റത്തിനെ കുറിച്ചും നമ്മൾ താഴത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സെറിബ്രൽ കോർട്ടെക്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഇമേജ് വെച്ചിട്ട്, അതായത് പിക്ചർ വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. പഠിക്കുമ്പോൾ ടെക്സ്റ്റ് വായിക്കുക, അതെവിടെയാണ് എന്താണെന്ന് ഇമേജ് വെച്ചിട്ട് നിങ്ങൾ നോക്കുക. ടെക്സ്റ്റിലില്ലാത്തതിൽ ഇമേജ് ഞാനിതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫിഷർ വരുന്നതും, ഫിഷറിനെ നമ്മൾ ലാർജ് ഗ്രൂപ്പിനെ നമ്മൾ ഗൈറി എന്നും കൂടെ പറയും. അപ്പം ഫിഷർ എന്താണെന്നും സൽക്കി എന്താണെന്നും നിങ്ങൾക്ക് ആ ഒരു ഇമേജ് കാണുമ്പോൾ കറക്റ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഫങ്ഷൻസ് ഒരുപാട് ഫങ്ഷൻസ് കോർട്ടെക്സിനുണ്ട്. ഇൻഫോർമേഷൻസിനെ പിന്നെ എന്താണ് കോർഡിനേറ്റ് ചെയ്യാൻ അസോസിയേഷൻ ഏരിയ, മോട്ടോർ സെൻസറി റെസ്പോൺസ്, പിന്നെ അതേപോലെ തന്നെ സ്പീച്ച്, ലാംഗ്വേജ്, ഇമോഷൻസ്, മെമ്മറി, ഇതൊക്കെ ഇതിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഈസ് ടെലൻസിഫാലുള്ള ബേസൽ ഗാംഗ്ലിയ. ബേസൽ ഗാംഗ്ലിയ ഈസ് പ്രസൻറ്റ് അണ്ടർ ദ സെറിബ്രൽ കോർട്ടെക്സ്. സെറിബ്രൽ കോർട്ടെക്സിൻ്റെ അണ്ടറിലാണ് ഇത് വരുന്നത്, ബേസൽ ഗാംഗ്ലിയ വരുന്നത്. ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് വൈറ്റ് മാറ്റർ മോസ്റ്റ്ലി, വിച്ച് ഈസ് കമ്പോസ്ഡ് ഓഫ് നമ്പർ ഓഫ് ട്രാക്ട്സ്. ബേസൽ ഗാംഗ്ലിയ മെയിൻലി വൈറ്റ് മാറ്റർ എന്ന് പറയുമ്പോൾ മൈലിനേറ്റഡ് ന്യൂറോൺസ് ആയിരിക്കും. ഓക്കെ, there are the gray matter is present deep inside the cortex, unlike the white matter. The basal ganglia is made up of caudate nucleus, putamen, globus pallidus and amygdaloid nucleus. ഇതിൻ്റെ ഇമേജും ഇത് എന്താന്ന് ഏത് ഭാഗത്താന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ കുറച്ചുകൂടി സുഖമായിരിക്കും. ഇല്ല, ഇതിൻ്റെ പിക്ചറും ഇല്ല, ഞാൻ ആഡ് ചെയ്യാം. സോ അപ്പോൾ ഇതൊക്കെയാണ് ബേസൽ ഗാംഗ്ലിയയിൽ ഉണ്ടാകുന്നത്. കാർഡേറ്റ് ന്യൂക്ലിയസ്, പ്യൂട്ടമൻ, ഗ്ലോബസ് പാലിഡസ്, അമഗ്ഡലോയിഡ് ന്യൂക്ലിയസ്, ഇതൊക്കെ. Caudate nucleus and putamen have a striped appearance and thus are known as striatum. അപ്പോൾ caudate nucleusഉം ഈ പ്യൂട്ടമനും ഒരു സ്ട്രൈപ്ഡ് അപ്പിയറൻസ് ആണ്. അതുകൊണ്ട് ഈ caudate nucleusനെയും പ്യൂട്ടമനെയും വിളിക്കുന്ന പേരാണ് striatum. Being an important part of the cerebrum, the basal ganglia helps in regulating voluntary motor functions. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഫങ്ഷന്? Being an important part of cerebrum, basal ganglia helps in regulating voluntary motor function. നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്താണ് വോളണ്ടറി ആക്ഷൻ. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി, നമ്മുടെ വില്ലിനനുസരിച്ച് ചെയ്യുന്ന പ്രവൃത്തിക്കാണ് വോളണ്ടറി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നടക്കണം അല്ലെങ്കിൽ ചാടണം ഓടണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന, നമ്മുടെ വില്ലിനനുസരിച്ച് മൂവ് ചെയ്യുന്ന മസിൽസിനെ കോർഡിനേറ്റ് ചെയ്യുന്നത് ബേസൽ ഗാംഗ്ലിയാണ്. ഓക്കെ, as muscle contractions that are involved in maintaining the posture, walking or making other movements. If there is any damage to the blood vessels in this area, it causes a local interruption in the blood flow, causing tissue damage or stroke locally. This causes a parietal paralysis on one side of the body with problems in vision too. അതായത് ഈ ഭാഗത്തിന്, ഈ ബേസൽ ഗാംഗ്ലിയക്ക് വല്ല പിന്നെ കുഴപ്പങ്ങൾ വന്നു കഴിഞ്ഞാൽ, എനി ഡാമേജ്, എന്തെങ്കിലും ബ്ലഡ് വെസൽസിൻ്റെ എന്തെങ്കിലും കുഴപ്പങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി പാരലൈസ് ആവും. പാർഷ്യൽ പാരലൈസിസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗം നമ്മൾ കേൾക്കാറില്ലേ, ഒരു ഭാഗം അങ്ങോട്ട് തളർന്നു പോയി, സ്ട്രോക്ക് വരാൻ ചാൻസ് ഉണ്ട്, എന്നിട്ട് ഒരു ഭാഗം അങ്ങോട്ട് തളർന്നു പോകുന്ന ഇത് കാണാറുണ്ട്. ഒപ്പം വിഷനും പ്രശ്നങ്ങൾ, കണ്ണിൻ്റെ കാഴ്ചയ്ക്കും കുറയും. അതേപോലെ പാർക്കിൻസൺസ് ഡിസീസ് വിച്ച് ഈസ് കോസ്ഡ് ബൈ ദ ഡിജനറേഷൻ ഓഫ് സർട്ടൻ ന്യൂറോൺസ് ഇൻ ദ മിഡ് ബ്രെയിൻ ദാറ്റ് സെൻസ് ആൻഡ് ഇമ്പൾസസ് ടു ബേസൽ ഗാംഗ്ലിയ. ദിസ് ഈസ് കോസ് ദ പേഴ്സൺ ടു എക്സ്പീരിയൻസ്. ഓക്കെ, അതായത് പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസുഖമാണ്. അതായത് ബാലൻസ് തെറ്റുക, പിന്നെ അതായത് നമ്മുടെ കൈകാലുകൾക്കൊരു റിജിഡിറ്റി ഫീൽ ചെയ്യുക, പെട്ടെന്ന് തന്നെ മൂവ്മെൻറ്റ് നടത്താൻ പറ്റാതാവുക,
മസിൽസിനൊരു വീക്ക്നെസ് സംഭവിക്കുക. അതാണ് പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മിഡ് ബ്രെയിനിൽ നിന്ന് കുറച്ച് ന്യൂറോൺസ് ബേസൽ ഗാംഗ്ലിയയിലേക്ക് പോകുന്നുണ്ട്. ആ ന്യൂറോൺസിന് ഡാമേജ് പറ്റിയാൽ വരുന്ന അസുഖമാണിത്. ഓക്കെ, അപ്പം ഇതാണ് ബേസൽ ഗാംഗ്ലിയ. അപ്പോൾ ടെലൻസിഫാലിലെ ബേസൽ ഗാംഗ്ലിയനെ കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇതിൻ്റെ സിറ്റുവേഷൻ എവിടെയാണ്? പ്രസൻറ്റ് അണ്ടർ ദ സെറിബ്രൽ കോർട്ടെക്സ് ആണ്. വൈറ്റ് മാറ്റർ ആണ് കമ്പോസ് ചെയ്തേക്കുന്നത്. പിന്നെ മെയിൻലി അവിടെ ഇതിൻ്റെ ബേസൽ ഗാംഗ്ലിയ എന്ന് അറിഞ്ഞിരിക്കേണ്ടത് മെയ്ഡപ്പ് ഓഫ് 4 ന്യൂക്ലിയസ് ആണ്. കോർഡേറ്റ് ന്യൂക്ലിയസ്, പ്യൂട്ടമൻ, ഗ്ലോബസ് പാലിഡസ് ആൻഡ് എമഗ്ഡലോയിഡ് ന്യൂക്ലിയസ്. അപ്പം ഇത് നിങ്ങൾക്ക് ഇമേജ് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇതിന് സ്ട്രയേറ്റം, കോർഡേറ്റ് ന്യൂക്ലിയസിനും പ്യൂട്ടമിനും സ്ട്രിപ്ഡ് അപ്പിയറൻസ് ആയതുകൊണ്ട് തന്നെ അതിന് സ്ട്രയേറ്റം എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ പറഞ്ഞു. വളണ്ടറി മോട്ടോർ ഫങ്ഷൻസിനെ പിന്നെ റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. മസിൽ കോൺട്രാക്ഷൻസിൻ്റെ ഒക്കെ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഓൾ. അപ്പോൾ ടെലൻസിഫാലിലുള്ള നമ്മൾ സെറിബ്രൽ കോർട്ടെക്സിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടി, ബേസൽ ഗാംഗ്ലിയനെ കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടി. ഇനി അടുത്തതാണ് ലിംബിക് സിസ്റ്റം. The limbic means a ring. System makes a border around the corpus callosum that connects the left hemisphere with the right one. നമ്മുടെ ഈ 3.6 ആണോ? 3.6 നിങ്ങൾ കോർപ്പസ് കാലോസം കണ്ടോ? അതായത് അവിടെ നിങ്ങൾക്ക് ലിംബിക് ലോബ് എന്നും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെയാണ് ഈ ലിംബിക് ലോബ് ഉള്ളത്. So border around the corpus callosum that connects the left hemisphere with the right one. ഈ കോർപ്പസ് കാലോസം എന്താ? കോർപ്പസ് കാലോസം എന്ന് പറയുന്നത് റൈറ്റ് ഹെമിസ്ഫിയറും ലെഫ്റ്റ് ഹെമിസ്ഫിയറും തമ്മിലുള്ള ഒരു ഡിവിഷനാണ്. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ് സ്ട്രക്ചേഴ്സ് ആസ് സിംഗുലേറ്റഡ് ഗൈറസ്, ഹിപ്പോകാമ്പസ് which are connected to other areas of the brain as amygdala, septal nucleus, hypothalamus and thalamus. അപ്പം സിംഗുലേറ്റഡ് ഗൈറസ് ആണുള്ളത്. പിന്നെ ഹിപ്പോ ക്യാമ്പസ് ഉണ്ട്. ഹിപ്പോ ക്യാമ്പസ് ആണ് ബ്രെയിനിൻ്റെ മറ്റ് ഭാഗങ്ങൾ. നമ്മൾ അമിഗ്ഡാല പറഞ്ഞില്ലേ നേരത്തെ, അതേപോലെ ന്യൂക്ലിയസ് ആയിട്ടും ഹൈപ്പോതലാമസും തലാമസും ആയിട്ടൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ലിംബിക് സിസ്റ്റം ഈസ് ഓൾസോ നോൺ ആസ് ദ ഓൾഡ് ബ്രെയിൻ, പെർഫോമിംഗ് ഫങ്ഷൻസ് റിലേറ്റഡ് ടു ഇമോഷണൽ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പ്രഷൻസ് ആൻഡ് മോട്ടിവേഷൻ. അപ്പം ഓൾഡ് ബ്രെയിൻ എന്നും കൂടെ ഇതിനെ ലിംബിക് സിസ്റ്റത്തിനെ പറയാറുണ്ട്. കാരണം ഇമോഷണൽ എക്സ്പീരിയൻസും എക്സ്പ്രഷനും മോട്ടിവേഷനും ഒക്കെ ഇതാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. സിൻസ് ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ദ എക്സ്പീരിയൻസ് ഓഫ് ഡിഫറെൻറ്റ് ഇമോഷൻസ് സച്ച് ആസ് ഫിയർ, ആങ്കർ, സാഡ്നസ്, ഫീലിംഗ്, സെക്ഷൽ ബിഹേവിയർ, ഫൈറ്റിംഗ് എക്സെട്ര. അപ്പം എന്തൊക്കെ ഇമോഷൻസ് നമുക്കുണ്ടോ ഈ ഇമോഷൻസൊക്കെ ഇവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അലോങ് വിത്ത് ദ കോർട്ടെക്സ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ ഇമോഷണൽ ബ്രെയിൻ. ഇപ്പോൾ ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് നമ്മുടെ ലിംബിക് സിസ്റ്റം. എന്തൊക്കെയാണ്? ഓൾഡ് ബ്രെയിൻ ആണ്, ഇമോഷണൽ ബ്രെയിൻ ആണ്. Okay, if there is any damage in this area, it may lead to abnormal emotion reactions to a situation. Since limbic system also plays an important role in learning and memory, any damage to hippocampus causes deficits in memory. അപ്പം ലിംബിക് സിസ്റ്റത്തിൻ്റെ ബ്രെയിനിൽ എവിടെയാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തതെന്ന് മനസ്സിലായി. അതായത് കോർപ്പസ് കലോസത്തിൻ്റെ മുകളിലായിട്ടാണ്, ഒരു റിങ്സ് ലൈക്ക് സ്ട്രക്ചറാണ്. പിന്നെ ഇതിന് സിംഗുലേറ്റഡ് ഗൈറസ് ഉണ്ട്, ഹിപ്പോ ക്യാമ്പസ് ഉണ്ട്. അവിടെ ഹിപ്പോ ക്യാമ്പസിൻ്റെ അവിടെയാണ് മറ്റ് ബ്രെയിനിൻ്റെ ഭാഗങ്ങളായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അമിഗ്ഡാല, സെപ്റ്റൽ ന്യൂക്ലിയസ്, പിന്നെ ഹൈപ്പോതലാമസും തലാമസും ഒക്കെ ആയിട്ട്. പിന്നെ ലിംബിക് സിസ്റ്റത്തിന് ഓൾഡ് ബ്രെയിൻ എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണൽ എക്സ്പീരിയൻസ്, എല്ലാത്തരം ഇമോഷൻസും, പിന്നെ ഫിയർ, ആങ്കർ, സാഡ്നസ് അങ്ങനെ എല്ലാ ഇമോഷൻസും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, മോട്ടിവേഷൻ ആവുന്നുണ്ട്. പിന്നെ അലോങ് വിത്ത് ദ കോർട്ടെക്സ് ഇറ്റ് ഓൾസോ നോൺ ആസ് എ ഇമോഷണൽ ബ്രെയിൻ. ഇതെന്ത് കൂടെ പറയുന്നു? ഇമോഷണൽ ബ്രെയിൻ എന്നും കൂടെ വിളിക്കുന്നത്. ഇഫ് ദർ ഇസ് എനി ഡാമേജ് ഇൻ ദിസ് ഈ ഏരിയയിൽ എന്തെങ്കിലും ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ അബ്നോർമൽ ഇമോഷണൽ റിയാക്ഷൻ അഗെയിൻസ്റ്റ് സിറ്റുവേഷൻ, ഒരു സിറ്റുവേഷനിൽ അബ്നോർമലായിട്ടുള്ള ഇമോഷൻസ് ആണ് കാണിക്കപ്പെടുന്നത്. ഓക്കെ, സോ പിന്നെ ലിംബിക് സിസ്റ്റത്തിന് ഇമോഷൻ്റെ മാത്രമല്ല പിന്നെ ലേണിങ്ങിലും മെമ്മറിയിലും ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. ഇപ്പം ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ഹിപ്പോ ക്യാമ്പസിനൊക്കെ എന്തെങ്കിലും ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ മെമ്മറി ലോസ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഡാൻസിഫാലോണിൽ തലാമസും ഹൈപ്പോതലാമസും ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. തലാമസ് ഈസ് എ ലാർജ് 2-lobed സ്ട്രക്ചർ ദാറ്റ് ഇസ് ലൊക്കേറ്റഡ് ഓൺ ടോപ്പ് ഓഫ് ദ ബ്രെയിൻ സ്റ്റം. ടെക്സ്റ്റിൽ ഇമേജില്ല, ഞാൻ പിക്ചർ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. It is a central part of the forebrain that has important nuclei known as geniculate bodies, and many neurons lie in the nuclei of the thalamus. തലാമസ് ഫോർബ്രെയിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചറാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻസ് ഓഫ് ജെനിക്കുലേറ്റ് ബോഡീസ് ആൻഡ് മെനി ന്യൂറോൺസ് ലൈ ഇൻ ദ ന്യൂക്ലിയർ ഓഫ് ദ തലാമസ്. ജെനിക്കുലേറ്റ് ബോഡീസ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ പ്രോസസ്സിംഗ് ഓഫ് ഓഡിറ്ററി ആൻഡ് വിഷ്വൽ ഇൻഫർമേഷൻ. എന്താണ് ഈ ജെനിക്കുലേറ്റ് ബോഡീസ് ചെയ്യുന്നത്? അതായത് നമ്മുടെ ഓഡിറ്ററിയും വിഷ്വലും, അതായത് നമുക്കറിയാം
ഏറ്റവും കൂടുതൽ സെൻസറി ഇൻഫോർമേഷൻ പാസ് ചെയ്ത് ഇതിലൂടെയാണ് നമ്മുടെ ഓഡിറ്ററി വിഷ്വലാണ്. അപ്പോൾ അതിനൊരു ഇമ്പോർട്ടൻ്റ് റോള് ചെയ്യുന്നത് ആരാണ്? ഈ ജെനിക്കുലേറ്റ് ബോഡീസ് ആണ്. ഹെൻസ് തലാമസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സെൻസേഷൻ ഓഫ് പെയിൻ, ടെമ്പറേച്ചർ, ടച്ച് ആൻഡ് കോൺഷ്യസ്നെസ്. അപ്പോൾ തലാമസിൻ്റെ മെയിൻ ഫങ്ഷൻസ് ആണ് സെൻസേഷൻ ഓഫ് പെയിൻ, ടെമ്പറേച്ചർ, touch and consciousness. The nuclei in the thalamus receive impulses from the brainstem and send it to different regions of the cortex. The thalamic nuclei have an intermediate position involved in relaying information from sensory receptors to motor effectors. Any damage to the thalamic region may be fatal or cause coma. അപ്പോൾ എന്താ പറഞ്ഞത്, നമ്മൾ അതായത് ഒരു അസോസിയേഷൻ ഏരിയ കോർട്ടെക്സ് റീജിയനിൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പം അതൊക്കെ ഒരു റിലേ ഇൻഫോർമേഷനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, തലാമസ് വർക്ക് ചെയ്യുന്നുണ്ട്. The thalamic nuclei have an intermediate position involved in relaying information from sensory receptors to motor effectors. Okay, then any damage to thalamic region എന്ത് ചെയ്യും, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കോമ സ്റ്റേജിലൊക്കെ ആകാൻ ചാൻസ് ഉണ്ട്. That's all about thalamus. അടുത്തതാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോ മീൻസ് ബിലോ. അപ്പോൾ തലാമസിൻ്റെ താഴെയാണ് ആര് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ബിലോ ദ ആൻറ്റീരിയർ തലാമസ്. ആൻറ്റീരിയർ തലാമസ് എന്ന് പറഞ്ഞാൽ തലാമസിൻ്റെ ഫ്രണ്ട് ഭാഗത്ത്. ഇറ്റ് ഈസ് എ സ്മോൾ പാർട്ട് ഓഫ് ദ ബ്രെയിൻ വെയിങ് അബൌട്ട് 7 grams ഓൺലി. ഹൈപ്പോതലാമസ് സ്മോൾ പാർട്ടാണ്, പക്ഷേ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ്. ഡെസ്പൈറ്റ് ഇറ്റ് സ്മോൾ സൈസ്, ഇറ്റ് ഈസ് ഫങ്ഷണലി വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഹാസ് 3 important nuclei known as supraoptic nuclei, paraventricular nuclei and the mammillary bodies. 3 important nuclei ആണ് ഈ ഹൈപ്പോതലാമസിനുള്ളത്. ഏതൊക്കെയാണ്? supraoptic nuclei, paraventricular nuclei and the mammillary bodies. The mid-motion give rise to a stalk known as infundibulum that is connected to the posterior pituitary gland. നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്, നമ്മുടെ ബോഡിയിലുള്ള ഗ്രന്ഥികളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് എല്ലാത്തിൻ്റെ മെയിൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലുള്ള. അപ്പം അവിടെ ഒരു സ്റ്റോക്ക് കാണാൻ പറ്റും ഈ ഹൈപ്പോതലാമസിൻ്റെ അവിടെ. അതിന് ഇൻഫണ്ടിബുലം എന്ന് പറയും. ഈ ഇൻഫണ്ടിബുലം ഹൈപ്പോതലാമസിൽ നിന്ന് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട്. The hypothalamus is responsible for the survival as the enjoyment of life. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡും ഹൈപ്പോതലാമസും തമ്മിൽ, അതായത് ഹൈപ്പോതലാമസ് ചില ഹോർമോൺസ് റിലീസ് ചെയ്യും. അത് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ സ്റ്റോർ ചെയ്തിട്ട് ഈ ഇതൊക്കെ ഇല്ലേ, വാസോപ്രസിനും ഓക്സിറ്റോസിനും ഒക്കെ ഹൈപ്പോതലാമസ് റിലീസ് ചെയ്തിട്ട് ഈ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ സ്റ്റോർ ചെയ്യുകയാണ്. നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ ഇപ്പോൾ ജസ്റ്റ് അത് വായിച്ചപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. The hypothalamus is responsible for the survival as well as enjoyment of life since it links the nervous system to the endocrine system. അതായത് നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നെർവസ് സിസ്റ്റവും എൻഡോക്രൈൻ സിസ്റ്റവും ലിങ്ക് ചെയ്താലും മാത്രമേ അത്രയും കോർഡിനേറ്റഡ് ആയിട്ടുള്ളൊരു വർക്ക് നടക്കുള്ളൂ നമ്മുടെ ബോഡിയിൽ. കാരണം ഹോർമോൺസിനും ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. മനസ്സിലായോ? It connects the mind and the body. The mammillary bodies are responsible for olfactory sensation. അതായത് 3 ന്യൂക്ലിയർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ മാമിലറി ബോഡീസ് ആർ റെസ്പോൺസിബിൾ ഫോർ ഓൾഫാക്ടറി സെൻസേഷൻ, സ്മെല്ല് റിലേറ്റഡ് ആയിട്ടുള്ള. ഇറ്റ് ഓൾസോ ഫങ്ഷൻസ് ആസ് പ്ലഷർ സെൻറ്റർ, സാറ്റിസ്ഫൈങ് വേരിയസ് ഡ്രൈവ്സ് ആസ് ഈറ്റിംഗ്, ഹങ്കർ, സ്ലീപ്പ് ആൻഡ് സെക്ഷൽ ബിഹേവിയർ. ഇതൊക്കെ ഹൈപ്പോതലാമസിൽ നിന്ന് വരുന്നത് കേട്ടോ. അപ്പോൾ ഹൈപ്പോതലാമസിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പിന്നെ നമ്മുടെ ബോഡീസ്, അതായത് ഈ ഇൻഫണ്ടിബുലമായിട്ട്, അതായത് നെർവസ് സിസ്റ്റം എൻഡോക്രൈൻ സിസ്റ്റമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. പിന്നെ റെസ്പോൺസിബിൾ ഫോർ ഓൾഫാക്ടറി സെൻസേഷൻ, ഹങ്കർ, eating, sleep and sexual behavior. Hypothalamus also regulate autonomic activities and integrates all responses made by autonomic receptors. Okay. It regulates the release of hormones from the pituitary gland. It functions as a release center. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. It regulates the release of hormones from the pituitary gland. It functions as the relay center, transferring information between the cerebral cortex and autonomic centers. It also maintains water balance of the body and controls the functions of all body cells as it regulates the endocrine glands. വാട്ടർ ബാലൻസ്, ബോഡിയിലെ വാട്ടർ ബാലൻസ് കൺട്രോൾ ചെയ്യും, ബോഡി സെൽസിനെ റെഗുലേറ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. സിൻസ് ഹൈപ്പോതലാമസ് റെഗുലേറ്റ്സ് അറൗസൽ ഓർ അലോട്ടിംഗ് മെക്കാനിസം. ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ വേക്കിംഗ് സ്റ്റേറ്റ്, സ്ലീപ്പ്,
So hypothalamus regulates arousal or alerting mechanism. It helps to maintain the waking state. നമ്മൾ എണീക്കുന്ന സ്റ്റേറ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ദർ ഇസ് എൻ അപ്പറ്റൈറ്റ് സെൻറ്റർ ഇൻ ദ ഹൈപ്പോതലാമസ്. ഇറ്റ് റെഗുലേറ്റ് ഈറ്റിംഗ് ബിഹേവിയർ. നമ്മുടെ ഈറ്റിംഗ് ബിഹേവിയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു അപ്പറ്റൈറ്റ് സെൻറ്റർ തന്നെ ഹൈപ്പോതലാമസിലുണ്ട്. ഇഫ് ദർ ഈസ് എനി ഡാമേജ് ടു ദ ഹൈപ്പോതലാമസ് ഇറ്റ് കോസസ് എ വേരിയേഷൻ ഇൻ ദ ബോഡി ടെമ്പറേച്ചർ ആൻഡ് ഇൻക്രീസസ് എബോവ് ദ നോർമൽ ലെവൽ. എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാകുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിംറ്റമാണ് ബോഡി ടെമ്പറേച്ചർ നല്ലോണം ഇൻക്രീസ് ചെയ്യും. അതായത് നോർമൽ ലെവലിനേക്കാളും നല്ല വേരിയേഷൻ ബോഡി ടെമ്പറേച്ചറിലേക്ക് കാണാൻ പറ്റും. പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് നിങ്ങൾക്ക് ഇത്രയൊന്നല്ല എത്രയോ പഠിച്ചാലും തീരില്ല, അത്രയും ഉണ്ട് ബ്രെയിനിൻ്റെ ഓരോ പാർട്ടിനെ കുറിച്ചും. അപ്പം വളരെ ക്യാപ്സ്യൂളായിട്ടാണ് നമ്മുടെ ടെക്സ്റ്റിലുള്ളത്. ജസ്റ്റ് പിന്നെ മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാരണം എന്തൊക്കെ ഇപ്പോൾ ഇതിലൊക്കെ ചില വേർഡ്സുകളൊക്കെ ഉണ്ട്, അത് എനിക്കറിയില്ല നിങ്ങൾക്ക് മനസ്സിലായോ എന്ന്. കാരണം ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, ഇപ്പോൾ സയൻസ് ഫീൽഡിൽ നിന്ന് വന്നവരാണെങ്കിൽ ഇതൊക്കെ ക്യാച്ചാം. നേരെ മറിച്ച് കോമേഴ്സ് ഫീൽഡൊക്കെ നിന്ന് വന്നവരാണെങ്കിൽ ഈ വേർഡ്സിൻ്റെ മീനിങ് അറിയാത്ത പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് പിന്നെ യൂട്യൂബിൽ കമൻറ്റ് ഇടുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇമെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇമെയിലായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഫോർ ബ്രെയിൻ കംപ്ലീറ്റ് ആയി. വീഡിയോ അത്യാവശ്യം ലെങ്തായില്ലേ. മിഡ് ബ്രെയിനും ഹൈൻഡ് ബ്രെയിനും കൂടെ വെറുതെ പറഞ്ഞു പോവുകയാണെങ്കിൽ ഈ പാർട്ടിൽ ഉൾപ്പെടുത്തായിരുന്നു. പക്ഷേ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടേ. എന്തായാലും നിങ്ങൾ റിവ്യൂ തരിക, എന്നാൽ മാത്രമേ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് തരിക, എന്നാൽ മാത്രമല്ല എനിക്ക് എന്താണ് മാറ്റം വരുത്തേണ്ടത്, കൂടുതൽ വേർഡ്സിൻ്റെ എക്സ്പ്ലനേഷൻ വേണമെന്നൊക്കെ മനസ്സിലാവുള്ളൂ. പിന്നെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സെഷൻസ് മിഡ് ബ്രെയിനും ഹൈൻഡ് ബ്രെയിൻസും പിന്നെ ലോബ്സ് സെറിബ്രൽ കോർട്ടെക്സും ഡിസീസൊക്കെ ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ആക്ച്വലി ഞാൻ വിചാരിച്ചു പാർട്ട് 1 ഉം 2 വേണ്ടുള്ളൂ എന്ന്. പക്ഷേ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൊണ്ട് പിന്നെ കുറച്ച് വീഡിയോ ലെങ്തായി പോകുന്നുണ്ട്. പിന്നെ പൊതുവേ നമ്മുടെ ഹ്യൂമൻ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 20 to 25 മിനിറ്റ്സാണ്. അത് ഇൻക്രീസ് ചെയ്യാം. പിന്നെ നമുക്ക് വീഡിയോയുടെ ലെങ്ത്ത് കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് അങ്ങോട്ട് പോകും. എനിക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ ഏതെങ്കിലും പിന്നെ കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ടൈമാണ് നോക്കുക. സോ നിങ്ങൾ ഇതുവരെ എടുത്തത് വരെ ഒന്ന് നോക്കുക, ടെക്സ്റ്റ് വെച്ചിട്ട് അനലൈസ് ചെയ്യുക, ഇമേജ് വെച്ചിട്ട് അനലൈസ് ചെയ്യുക. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.